കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലൊക്കെ നമ്മൾ കണ്ടു ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ സച്ചി അങ്ങനെ കൈയോടെ പൊളിച്ചെടുക്കുകയാണ്. അവസാനം അത് രവീന്ദ്രന്റെ കാതുകളിൽ എത്തിക്കുകയാണ്. രവീന്ദ്രനെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കാരണം ഇത്രയും നാളെ ഇവിടെ നല്ല വെള്ളം ചമഞ്ഞിരുന്ന ശ്രുതി ഇങ്ങനെ ഒരുത്തിയായിരുന്നോ? ഇത്രയും വലിയൊരു ചതിയൊക്കെ ഈ കുടുംബത്തോട് ചെയ്യുക. അവൾ എന്തിനാ ഈ കള്ളത്തരം ഒളിപ്പിച്ചു വെച്ച എന്നൊരു ചിന്തയൊക്കെ രവീന്ദ്രന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് ശ്രുതി അങ്ങോട്ട് വീട്ടിലേക്ക് കയറി വന്നാലും രവീന്ദ്രന് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെയാണ് തോന്നിയിരുന്നത്. പക്ഷെ ചന്ദ്രമതി അങ്ങോട്ട് ഒലിപ്പിച്ചോണ്ട് ചെന്നു. മോളെ ശ്രുതി, അയ്യോ നീ മടുത്താണല്ലോ വന്നിരിക്കുന്നേ, വാ അമ്മ ചായ എടുക്ക, അല്ലെങ്കിൽ വേണ്ട മോൾക്ക് കുടിക്കാൻ ജ്യൂസ് എന്തെങ്കിലും എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. സച്ചിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ശരിക്കും പറഞ്ഞ സഹതാപമാണ് തോന്നിയത്. ബ്യൂട്ടി പാർലർ സ്വന്തമായിട്ടൊന്നും ഇല്ല, എന്നിട്ടോ വലിയ ജാടയാ. ഇപ്പൊ സ്വന്തമായിട്ടുള്ളത് ഒരു പൂക്കട മാത്രമാണ് തന്റെ അമ്മയുടെ പേരില്. അല്ലാതെ ഇപ്പം ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് എന്നുള്ള ആ പേരൊക്കെ അങ്ങോട്ട് മാറി. അവിടെ ഗ്രീൻ ബ്രാൻഡ് എന്നുള്ള പേരാ കയറിയിരിക്കുന്നത്. അതൊന്നും തന്റെ അമ്മയ്ക്ക് അറിയത്തില്ല. അമ്മയ്ക്കാണെങ്കിലോ ഇപ്പോഴും തന്റെ പേരില ബ്യൂട്ടി പാർലർ അറിയപ്പെടുന്ന എന്നൊരു രീതിയിലാണ് മട്ടും ഭാവവും പെരുമാറ്റവും എല്ലാം കൂടെ. ആ സമയത്ത് സച്ചി രവീന്ദ്രനോട് പറഞ്ഞു, അച്ഛാ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ പൊളിക്കട്ടെ എന്നൊക്കെ ചോദിക്കണം. അയ്യോ വേണ്ട മോനെ, തൽക്കാലത്തേക്കൊന്നും വേണ്ടാന്ന് പറയണം. എന്താച്ചാ നമ്മളിങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യം എന്താ? അവളുടെയൊക്കെ കള്ളത്തരം കൈയോടെ പൊളിക്കണം. ഇവിടെ എന്നെയും രേവതിനെയും ഒക്കെ ഇട്ട് എന്തൊക്കെ പറയണു. പാവൻ രേവതി ഇവളുടെയൊക്കെ മുന്നിൽ എത്ര വട്ടം തലകുനിച്ച് നിൽക്കുന്നു. എന്നിട്ടോ ഇവൾക്കൊക്കെ അതിൻ്റെതായ ഒരിതുണ്ടോ? കാരണം ഒരു ചെറിയ പ്രശ്നം മതി രേവതിയുടെയൊക്കെ തലയിലേക്ക് കയറാനായിട്ട്. പക്ഷെ രേവതിയാണെങ്കിലോ എന്ത് പ്രശ്നം കിട്ടിയാലും ഒന്നും പറയാനോ മിണ്ടാനോ ഒന്നും പോകുന്നില്ല. സഹിച്ച് ക്ഷമിച്ചവരും മുന്നോട്ട് പോവാം. അതിൻ്റെയൊക്കെ ആവശ്യം എന്താ അച്ഛാ ഇരിക്കണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട രവീന്ദ്രൻ, മോനെ നമ്മളിങ്ങനെ എപ്പോഴും പ്രതികരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവരെന്തിനാ ഇങ്ങനെ ചെയ്തതെന്നും അറിയത്തില്ലോ. ഒരു പക്ഷെ അവർക്ക് അതിനുള്ള കാരണം ഉണ്ടെങ്കിലോ, നമ്മളെല്ലാവരുടെ മുന്നേ അവരെ വെച്ച് നാണം കെടുത്തിട്ടുണ്ടെങ്കിലോ അവർക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല. എല്ലാ മനുഷ്യന്മാരുടെ സ്വഭാവം ഒരുപോലെയല്ലോ. എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിന് ചിലപ്പം ശക്തിയൊന്നും കാണത്തില്ല താങ്ങാനുള്ള. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പൊ അതൊന്നും പറയാൻ പോണ്ട. നമുക്കിപ്പോ അത് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ലല്ലോ. അതിപ്പോ അവരങ്ങോട്ടങ്ങ് പോട്ടെ, അവരുടെ ജീവിതമല്ലേ, അവരങ്ങോട്ട് പോട്ടെ, എന്താണ് ചെയ്യട്ടെ. നമ്മളിപ്പോ അതിനകത്ത് തലയുണ്ടെന്നൊക്കെ പറയണം. രവീന്ദ്രനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം സോൾവ് ചെയ്ത് പോയാൽ മാത്രമേ ഉള്ളൂ വഴി. അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് ഒരു പ്രശ്നം ഉണ്ടാവരുത്. അല്ലെങ്കിൽ തല്ലും വഴക്കും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനി പിന്നെ അടുത്ത ഒരു പ്രശ്നത്തിലേക്ക് ചെന്ന് കലാശിക്കുള്ളൂ. ഒരു വ്യക്തി പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി അങ്ങ് സോൾവ് ആയി പോവാണ്. പിന്നീട് ചന്ദ്രമതി സ്നേഹത്തോടു കൂടി ശ്രുതിനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ എങ്കിൽ ശ്രുതിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് സച്ചിയുടെ കാര്യത്തിൽ. വന്നപ്പോ തൊട്ട് സച്ചി ഒരുമാതിരി കൊത്തും കോളും വെച്ചൊക്കെ പറയണേ. സച്ചി തന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കോ, അതോ ഇനിയിപ്പോ വേറെന്തെങ്കിലും കാര്യമാണോ? അങ്ങനെയൊക്കെ ചിന്തകളൊക്കെ ശ്രുതിയുടെ മനസ്സിലുണ്ട്. അങ്ങനെയൊന്നും ആ വഴിയില്ല, ചിലപ്പോ തനിക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ ഓർത്തോണ്ട് അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോ പതിവ് പോലെ തന്നെ സച്ചിൻ രാവിലെ നേരത്തെ എഴുന്നേറ്റു. അപ്പം രേവതിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ രേവതിയുടെ കാര്യങ്ങളെല്ലാം നടത്തണം. അത് നടത്താൻ വീട്ടിൽ വേറെ ആരും ഇല്ലോ ചെയ്യാനായിട്ട്. ഈ പറയുന്ന പെണ്ണുങ്ങൾ ഒറ്റ ഒരെണ്ണം അടുക്കളയിലേക്ക് കയറത്തില്ല. ചന്ദ്രമതി ഉൾപ്പെടെയുള്ളവരെ എല്ലാ ജോലികളും രേവതി തന്നെ ചെയ്യണം. രേവതി അങ്ങനെ പതിവ് പോലെ എഴുന്നേറ്റ് പൂ മേടിക്കാനായിട്ട് പോവാണ്. അങ്ങനെ പൂവൊക്കെ മേടിച്ചോണ്ട് വന്ന് പൂവെല്ലാം കെട്ടി കുറെ കടയിൽ വെച്ചിട്ടതിന് ശേഷം വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് സച്ചിയേട്ടൻ കഴിക്കാൻ പറയണം. അങ്ങനെ സച്ചിക്ക് കൊടുത്തു. സച്ചി എന്ത് ചെയ്യുക, അടുക്കള ഇരുന്ന് തന്നെ കഴിക്കുകയാണ്. രേവതിയോട് ഓരോ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സച്ചി പറഞ്ഞു, അതെ ഇന്നത്തെ ദോശയ്ക്ക് എന്താന്നറിയത്തില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറയണം. ഇപ്പോ സച്ചിയേട്ടാ അങ്ങനൊന്നും ഇല്ലാന്ന് രേവതി പറയാ. എന്നാ ചിലപ്പോ എനിക്ക് തോന്നുന്നതായിരിക്കും എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ ഒരു ഗ്ലാസ് ഒക്കെ ആയിട്ട് അങ്ങോട്ട് വന്ന് ചായ കുടിച്ച ഗ്ലാസ് അത് അടുക്കളയിലേക്ക് കൊണ്ടേ വെക്കാൻ വന്ന. രേവതി ചോദിച്ചു, എന്തിനാ അച്ഛൻ ഇങ്ങോട്ട് നടക്കണ്ടല്ലോ, അച്ഛൻ അവിടെ ഇരുന്നാ പോരെ, ഞാൻ വന്ന് എടുത്തോളൂ അല്ലേന്ന് ചോദിക്കാം. അത് പിന്നെ മോളെ നടക്കുന്ന ആരോഗ്യത്തിന് നമുക്ക് നല്ലതെന്ന് പറയണം. പിന്നെ ഈ ചായ കുടിച്ച ഗ്ലാസ് ഞാൻ കഴുകി വെച്ച് നോർത്തോണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. രവീന്ദ്രൻ അറിയാം രേവതിയുടെ കഷ്ടപ്പാട് എന്താന്ന്. ബാക്കി എല്ലാവരും അവിടെ തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് പോകത്തുള്ളൂ. എല്ലാ ജോലികളും രേവതിന് തന്നെ ചെയ്യണം. പക്ഷെ താൻ കുടിച്ച ഗ്ലാസ്സെങ്കിലും കഴുകി വെക്കുവാണെങ്കിൽ അവൾക്ക് അത്രയെങ്കിലും ആശ്വാസം ആവുമല്ലോ എന്ന് കരുതിയിട്ടാ. പിന്നെ ചന്ദ്രമതിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. ചന്ദ്രമതിയോട് എത്ര പറഞ്ഞാലും വീട്ടിൽ സ്വൈര്യവും സമാധാനം കളയാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ലെന്നും രവീന്ദ്രൻ അറിയാം. പിന്നീട് രവീന്ദ്രനോട് സച്ചി അച്ഛൻ കഴിച്ചോന്ന് നിൽക്കും. ഞാൻ 2 ദോശ കഴിച്ചെന്ന് പറയണം. 2 കഴിച്ചോളോ അച്ഛൻ? 2 കഴിക്കാൻ പറയണ. എന്റെ മോനെ, ഒന്നാമത്തെ കാര്യം ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ ഇരിക്കുമല്ലേ, ഉള്ള ദോശ എല്ലാവിടെ കഴിച്ച് ഇനി എനിക്ക് കൊളസ്ട്രോൾ ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എനിക്ക് ഈ ഇടയായിട്ട് ഇത്തിരി തടി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറയണം. പോരാത്തന്നെ സ്റ്റെന്തൊക്കെ ഇട്ടിരിക്കുന്നല്ലേന്ന് പറയാ. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു,
അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാ ഞാൻ കഴിപ്പ് നിർത്തുവാ രേവതി, ഇപ്പൊ തന്നെ 5 ദോശയാന്ന് പറയാണ്. രേവതി ജോർജിനോട് വേണ്ട വേണ്ട. രവീന്ദ്രൻ പറഞ്ഞു, നീ കഴിച്ചെന്നോർത്ത് ഒരു കുഴപ്പമോ സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയാവോ, നീ ഇതുപോലെ അധ്വാനിക്കുന്നവരല്ലേ, ഓടിച്ചാടി നടക്കുന്നവരല്ലേ. എന്നെ സംബന്ധിച്ച് ഞാൻ വെറുതെ വീട്ടിൽ കയറി ഇരിക്കുമല്ലേ, പെരക്കകത്ത് കയറി ഇരുന്നിട്ട് ഇതൊക്കെ എങ്ങനെ ദഹിക്കാനാ? അതുകൊണ്ടൊക്കെ ഞാൻ കഴിക്കുന്നില്ല അച്ഛൻ, നീ കഴിച്ചോളാൻ പറയണ. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു. ചന്ദ്രമതി എന്നിട്ട് ചോദിച്ചു, അല്ല നീ ഇവിടെ എന്തെടുക്കുമെന്ന് ചോദിക്കാ സച്ചിയോട്. സച്ചി പറഞ്ഞു, കണ്ടില്ലേ ഞാൻ ഫുഡ് കഴിക്കുന്നേ. ഓഹോ, അടുക്കളയിൽ നിന്നാണോ നിന്റെ ഫുഡ് കഴിപ്പൊക്കെ? ഓ, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട്. സച്ചിക്ക് നല്ല ദേഷ്യം വന്നു. രേവതി പറഞ്ഞു, അമ്മ നോക്ക്, ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തോ? ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. സാധാരണ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നേ. ഇവിടെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്ന് പറയണ. സച്ചേട്ടനോട് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കാനും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അമ്മ ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറയണം. പിന്നീട് അവൾ പറഞ്ഞു, അവളല്ല സോറി, ചന്ദ്രമതി പറഞ്ഞു, ദേ ഇവന് മാത്രം ഉണ്ടാക്കി കൊടുക്കാൻ നീ ബാക്കി എല്ലാവർക്കും കൂടെ ഉണ്ടാക്കുക, അവർക്കൊക്കെ പോണ്ടല്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്ക് സുധി വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് വിശക്കുമെന്ന് പറയണം. നീ അവിടെ ഇരിക്കും മോനെ, ഇപ്പൊ തന്നെ എടുക്കാന്ന് പറയണം. സച്ചി വന്നിട്ട് പറഞ്ഞു, ഓ, പാർക്കിൽ പോയിരുന്ന് ഉറങ്ങാൻ വേണ്ടി പോകുന്നവരെ ഇത്ര പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പോകേണ്ട കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ സുധി പറഞ്ഞു, എനിക്ക് ഇന്റർവ്യൂവിന് പോകണം. പിന്നെ ഇന്റർവ്യൂ എന്ന് ഇതൊക്കെ തന്നെയല്ലേ പറയണേ, ഇന്റർവ്യൂ ഉണ്ട് പോലും. ഇന്റർവ്യൂ ഉണ്ടോ എന്ന് പറഞ്ഞ് കേട്ട് ഞങ്ങൾക്ക് നാണക്കേടെ. പറയുന്നത് നിനക്ക് നാണം ഇല്ലെങ്കിൽ കേൾക്കുന്നത് ഞങ്ങൾക്ക് ഇച്ചിരി നാണം വേണ്ടെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ടെൻഷനായിപ്പോയി ശ്രുതിക്ക്. അപ്പോഴേക്ക് ശ്രുതിയൊക്കെ അങ്ങോട്ടേക്ക് വന്നു. ശ്രുതി പറഞ്ഞു, അതെ എപ്പോഴും സച്ചി സുധീനെ ഇങ്ങനെ കളിയാക്കേണ്ട കാര്യമില്ല എന്ന് പറയണം. എപ്പോഴേലും സുധിക്ക് നല്ലൊരു ജോലി കിട്ടുമെന്ന് പറയാം. പിന്നെ കിട്ടും എപ്പ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി എന്ന് പറയണം. ചന്ദ്രമതി, എന്താടാ എന്റെ മോന് കിട്ടത്തില്ലേ? എന്റെ മോന് എത്ര ഡിഗ്രി ഉണ്ടെന്നറിയോ? പിന്നെ ഡിഗ്രിയും കഷത്തി വെച്ചോണ്ട് അവിടെ ഇരുന്നു, ഇപ്പൊ ജോലി കിട്ടി തന്നെയാന്ന് പറയണം. നിനക്ക് അസൂയാടാ, എന്റെ മോൻ ഇത്ര പഠിപ്പുള്ളതുകൊണ്ട് നിനക്ക് അസൂയാന്ന് പറയും. പിന്നെ അതെ, ഈ പഠിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മനുഷ്യനെ പിടിച്ചു നിൽക്കണമെങ്കിൽ നിലനിൽപ്പാണെങ്കിൽ ജോലി വേണം. അല്ലാതെ എനിക്ക് ഇത്ര ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചോണ്ട് നടന്നിട്ടുണ്ടെങ്കിലേ ആരും പൈസ തരത്തില്ല, കാര്യങ്ങളൊന്നും നമ്മുടെ നടക്കില്ല എന്ന് പറയണം. അധ്വാനിക്കണം എന്ന് പറയാം. പിന്നെ ഒരു അധ്വാനിക്കുന്നവൻ വരുന്നു, കാർ ഓടിക്കുന്നല്ലേ എത്ര വലിയ അധ്വാനം എന്ന് ചന്ദ്രമതി പറയണം. പെട്ടെന്ന് രേവതി കയറി ഇടപെട്ടു. എന്താമേ, കാർ ഓടിക്കുന്ന എന്താ ഒട്ടും അധ്വാനം ഇല്ലാത്ത പണിയാണെന്ന് നിൽക്കും. ശ്രുതി പറഞ്ഞു, പിന്നെ എന്താ അധ്വാനം? അതെ, അവിടെ കയറി ചുമ്മാ ഇരുന്നാൽ പോരാ, ക്ലച്ച് ഔട്ടണം, ബ്രേക്ക് ഔട്ടണം, ആക്സിലേറ്റർ ഉണ്ട് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതെ, കണ്ണും കൈയും എല്ലാം ഒരേപോലെ തന്നെ പ്രവർത്തിക്കണം. ഈസിയായിട്ട് ഈസിയാണെന്നോ ഓർത്തിരിക്കുന്നവർക്ക് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാവും. സച്ചേട്ടന് ഡെയിലി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, എനിക്കറിയാന്ന് പറയണം. പിന്നെ ഭർത്താവിന് സപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന അവള് എന്നൊക്കെ പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു, അവള് പറഞ്ഞാലും എന്താ തെറ്റിരിക്കുന്നത്? രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ, എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. നീ ഇവിടെ വെറുതെ ഇരുന്ന് തിന്നുന്നല്ലേ ഉള്ളൂ, എന്തേലും ജോലികൾ ഇവിടുത്തെ ചെയ്യാറുണ്ടോ? പിന്നെ നീ വേറെ പലരും ചെയ്യുന്നോട്ട് കണ്ണിനോട്ട് കാണുന്നുമില്ല, നിനക്ക് ഞാനൊന്നും പറയണില്ല എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ട് വിഴുങ്ങുവാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തുണി അയൺ ചെയ്യുന്ന ആളങ്ങോട്ട് വന്നേ. ഒരു കവർ കൊടുത്തിട്ട് സച്ചിയോട്, സച്ചിയേട്ടാ 350 രൂപ വേണമെന്ന് പറയണേ. 350 രൂപ? ഇതെന്താടാ? ഇത് ഡ്രസ്സ് അയൺ ചെയ്തേ, ഇത്ര മാത്രം രൂപയ്ക്കാ? അത് കഴിഞ്ഞ പ്രാവശ്യത്തെയും കൂടെ ചേർത്തുണ്ടെന്ന് പറയണം. എന്നാലും ഇത് എത്ര രൂപയുടെ? ഇത് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ എന്ന് പറയാം. ഇത്ര രൂപയ്ക്ക് എന്താ അയൺ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. പിന്നീട് രേവതി വിളിച്ചു, രേവതി നിന്റെ എന്തെങ്കിലും അയൺ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല സച്ചേട്ടാ, സച്ചേന്റെ എല്ലാം ഞാൻ അയൺ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്റേത്, എന്റെ സാരിയൊക്കെ ആണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ ബെഡിനടി ഇട്ട് വെക്കുക തന്നെ. കാരണം പിറ്റേ ദിവസം രാവിലെ ആക്കുമ്പോഴത്തേനും നല്ല തേച്ച പോലെ തന്നെ ഇരിക്കും. അതാ പിന്നെ പ്രത്യേകിച്ച് തേക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഉപയോഗിക്കുന്നൊരു തന്ത്രമാണത്. നല്ല സാരിയൊക്കെ ആണെങ്കിൽ ബെഡിനടിയിലേക്ക് അങ്ങോട്ട് എടുത്തു വെച്ചാൽ മതി. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, ഓഹോ, അപ്പൊ നിന്റെ വീട്ടിൽ തേപ്പൊട്ടിയൊന്നും ഇല്ലായിരുന്നോ? നിന്റെ വീട്ടിൽ തൊട്ട് നീ ഇങ്ങനെയാണോ ചെയ്ത് ശീലിച്ചു വെച്ചിരിക്കുന്നത്? ഓ, അവള് വലിയ ഒരു പുണ്യാളത്തി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെ കളിയാക്കുവാണ്. ഈ സമയം സച്ചു പറഞ്ഞു, അതെ ഒരു കാര്യം ചോദിച്ചട്ടെ, അമ്മയ്ക്ക് രേവതിനെ ഒന്ന് കുത്താതെ ഒരു ദിവസങ്ങളിൽ ഇരുന്നുകൂടെ? ഞാനൊന്നും പറയണില്ല എന്ന് പറയണം. അപ്പോഴേക്കും രേവതി സച്ചിനെ നോക്കി. പെട്ടെന്ന് സച്ചി ചോദിച്ചു, അല്ല അച്ഛൻ്റെ എന്തെങ്കിലും അയൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ചോദിക്കും. എന്റെ ഒന്നും ഇല്ലടാ മോനെ, ഞാനിപ്പോൾ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുന്നപ്പോൾ ഞാൻ എവിടെ അയൺ ചെയ്ത് അതിന് പോകാനായിട്ടാ? ഇനി ഇടയ്ക്ക് എപ്പോഴെങ്കിലും യൂണിയൻ ഓഫീസിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് എങ്ങാനും ഞാൻ സ്വന്തമായിട്ട് അയൺ ചെയ്ത് പോവുക ചെയ്യുന്നത്, അല്ലെങ്കിൽ രേവതി എനിക്ക് അയൺ ചെയ്ത് തരുമെന്ന് പറയണം. ഓഹോ, അപ്പൊ ഇത് ആ ഡ്രസ്സാ? പിന്നെ നോക്കിയത് നേരെ സുധീർ നേരത്ത്. അപ്പൊ ഇവന്റെ ആയിരുന്നു ഇതല്ലേ അല്ലേ? കൊള്ളാലോടാ, പാർക്കിൽ പോയി നീ ഈ ചുളുങ്ങാത്ത ഷർട്ടൊക്കെ ഇട്ട് പാർക്കിൽ പോയി കിടന്നുറങ്ങിയിട്ട് വരുമായിരുന്നു, അതിന് വേണ്ടിയിട്ട് വീണ്ടും നീ തേക്കാൻ കൊടുക്കുന്നു, നാണം ഉണ്ടോടെ നിനക്കൊന്ന് ചോദിക്കുക. എന്നിട്ട് പറഞ്ഞു, അതെ അങ്ങോട്ട് കിടത്താടെ എന്ന് പറഞ്ഞിട്ട് അവനോട് പറഞ്ഞു, മേടിക്കടാന്ന് പറയണ. അങ്ങനെ സുധി അത് മേടിച്ചിട്ട് പറഞ്ഞു, പൈസ അവൻ തന്നോളൂ എന്ന് പറയണം. ഇത് കേട്ടതും പൈസ കൊടുക്കാൻ പറയണ. സുധി പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ ഇവിടുന്ന് പൈസ? എടാ പിന്നെ എന്തിനാടാ നീ തേച്ച ഷർട്ടും ഇതൊക്കെ ഇട്ടുകൊണ്ട് പോണേ? നാണം ഉള്ളവനാണെങ്കിൽ പൈസ കൊടുക്കും, ഇല്ലാത്തവൻ
തേച്ചിട്ടോണ്ട് പോകാൻ പോരുത്. ആ പാർക്കിൽ പോയിരുന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്തിനാടാ എന്ന് ചോദിക്കണം. എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കിട്ടിയത് ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്രമതി ഒരു സച്ചി നീയ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയുമെന്ന് പറയാം. പൈസ എടുത്ത് കൊടുക്കാൻ പറയാണ്. പൈസ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയുടെ മുഖത്ത് ആകെപ്പാടെ ടെൻഷനായിപ്പോയി. എല്ലാവരുടെ മുന്നിട്ട് നാണം കെടുത്തുമല്ലേ. സച്ചി പറഞ്ഞു, പൈസ ഇല്ലാത്തവൻ അതിനനുസരിച്ച് നിൽക്കണം. പക്ഷെ ഇവൻ ആ രീതിക്കാണോ നിൽക്കുന്നേ? ഇവൻ തോന്നിയാസം സ്വന്തം ഇഷ്ടപ്രകാരമൊക്കെ അല്ലേന്നും പറഞ്ഞുകൊണ്ട് അവനെ അങ്ങോട്ട് കളിയാക്കുവാണ്. പെട്ടെന്ന് തന്നെ ആ പയ്യൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, സച്ചേട്ടൻ പിന്നെ തന്നാമെന്ന് പറയാണ്. വേണ്ട വേണ്ട, എൻ്റെ തരാൻ പൈസയൊന്നുമില്ല. ചന്ദ്രമതി ഞാൻ അങ്ങ് തന്നേക്കാൻ കൊണ്ടുവന്ന് നീ പൊക്കോളാൻ പറയാണ്. ഇതേ മോനെ, നീ പോയിട്ടുണ്ട്, നിന്റെ പൈസ പിന്നെ കിട്ടത്തില്ല കേട്ടോ, വേണമെങ്കിൽ ഇപ്പം മേടിച്ചോണ്ട് പോയിക്കോളാൻ പറയണം. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, സച്ചി നീ അങ്ങനെ കൂടുതലൊന്നും പറയണ്ട, ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞോണ്ട് ശ്രുതി പോയി പൈസ എടുത്തോണ്ട് കൊടുക്കുവാണ്. പൗഡർ മേടയിൽ പിന്നെ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, നീ രക്ഷപ്പെട്ട ശ്രുതി, ഇങ്ങനെയുള്ള ഭാര്യനെയൊക്കെ കിട്ടണമെന്ന് പറയാണ്. അങ്ങനെ അവൻ പൈസയും മേടിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പോ ചന്ദ്രമതിയുടെ ഉണ്ണി ചെന്നിട്ട് ശ്രുതി പറഞ്ഞു, ദേ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എല്ലാവരുടെയും മുന്നിൽ വെച്ച് സച്ചിയോട് ഇങ്ങനെ സുധിനെ കളിയാക്കല്ലെന്ന് പറയണമെന്ന് പറയാം. പിന്നെ ഞാനെന്താ കളിയാക്കിയത്, ഉള്ള കാര്യമല്ലേ പറഞ്ഞെന്ന് ചോദിക്കും. പെട്ടെന്ന് രേവതി പറഞ്ഞു, സച്ചിയേണ്ട ജോലിക്ക് പോകണ്ടല്ലേ, പോകാൻ നോക്കാൻ പറഞ്ഞ് സച്ചിയെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. ആ സമയം ശ്രുതി ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോവാണ്. ശ്രുതിയും കൂടെ അങ്ങോട്ട് ചെന്നു. ശ്രുതി എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ശ്രുതി, നീ എന്തെങ്കിലും ഒരു ജോലി നോക്കാൻ പറയണം. അതിപ്പോ എനിക്ക് എന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള എന്തെങ്കിലും ജോലി കിട്ടണ്ടേ? അതൊന്നും കുഴപ്പമില്ല, നിനക്ക് എന്തെങ്കിലും ഒരു ജോലി മതി, നീ ജോലി വാങ്ങ്. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ എല്ലാവരുടെയും മുന്നേ നാണം കെട്ട് നിൽക്കുന്നേ, നിനക്കൊരു നാണക്കേടും തോന്നില്ലെന്ന് ചോദിക്കാം. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ ശ്രുതി? കിട്ടാഞ്ഞിട്ടല്ലേ? പിന്നെ കിട്ടാഞ്ഞിട്ടാണ് പോലും. ശ്രമിച്ചിട്ടാണെങ്കിൽ കിട്ടാത്ത ഒന്നുമില്ല. നമ്മള് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറുന്നിട്ട് കാര്യമില്ല. ആദ്യമൊക്കെ പരാജയമായിരിക്കും, പക്ഷെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കണം. അവസാനം നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുമെന്നൊക്കെ ഒരു ഉപദേശം കൊടുക്കുകയാണ്. ശ്രുതി പറഞ്ഞു, ഞാൻ നോക്കട്ടെ, ഇന്റർവ്യൂ നടന്ന് എന്റെ ചെരുപ്പ് തേഞ്ഞ് മിച്ചമാന്ന് പറയാണ്. നോക്ക്, എവിടെയെങ്കിലും കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി സമാധാനിപ്പിക്കുകയാണ്. ഇനി ഇന്നെങ്കിൽ പോയിട്ട് വരുമ്പോൾ ജോലിയായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാം. എന്റെ ഭഗവാനെ, പോയിട്ട് വരുമ്പോൾ ഇന്ന് ജോലിയോ, താനിത് എവിടുന്ന് ജോലി കൊണ്ടുവരാനാ എന്നൊരു ചിന്തയൊക്കെ ശ്രുതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.